സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിനെതിരെ സമസ്ത പ്രക്ഷോഭത്തിലേക്ക്. മദ്രസ പഠനത്തിന് ഭീഷണിയാകുന്നതാണ് സർക്കാർ തീരുമാനമെന്ന് സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് കുറ്റപ്പെടുത്തി. സമയമാറ്റത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണം. വ്യാഴാഴ്ച കോഴിക്കോട് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുമെന്നും സമസ്ത അറിയിച്ചു. ഷാഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷാദി, സമയമാറ്റത്തിലൊരു പുനരാലോചനയ്ക്ക് ഈ ഘട്ടത്തിലില്ല എന്നുള്ള കാര്യം സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എതിർപ്പ്, പ്രതിഷേധമൊക്കെ ഒരു ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നുണ്ട്. എങ്ങനെയാണ് ഇനി സമസ്ത ഈ വിഷയം ഏറ്റെടുക്കാൻ പോകുന്നത്? അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് ലഭ്യമാവുന്ന സൂചന എന്താണ് ഷാഹദ്? റിജിത്ത, സർക്കാർ ഇത്തരമൊരു വിഷയം അവതരിപ്പിച്ച ഘട്ടത്തിൽ തന്നെ സമസ്ത ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 12 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ പഠനത്തെ ഇത് കാര്യമായി തന്നെ ബാധിക്കും എന്ന ആരോപണം സമസ്ത തുടക്കം മുതൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുഖ്യമന്ത്രിയെ നേരിൽ കാണുകയും ഇതുമായി ബന്ധപ്പെട്ട നിവേദനം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ നിവേദനത്തിന് വേണ്ട ഗൗരവം കൊടുത്തില്ല എന്ന് മാത്രമല്ല, അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സർക്കാരിന്റെ സമീപനം എന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ സമസ്തയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ സമസ്ത ഇനി കാത്തു നിൽക്കാൻ തയ്യാറല്ല, ഈ വിഷയത്തിൽ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് എന്നാണ് അല്പസമയം മുൻപ് ഇത്തരത്തിൽ സമസ്ത പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. മാത്രവുമല്ല, നേതാക്കൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെ കാണുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, അതായത് സമസ്ത എന്ന് പറയുന്നത് ഏകദേശം 11,000-ലധികം മദ്രസകൾ കൂടിച്ചേർന്ന് ആ മദ്രസകളുടെ കീഴിൽ 12 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പഠനം നടത്തുന്നുണ്ട്. അപ്പോൾ സർക്കാർ പറയുന്നത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്, മറ്റു വിദ്യാർത്ഥികളെ ഇത് ബാധിക്കില്ല എന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഇത് മുഴുവൻ വിദ്യാർത്ഥികളെയും ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് മദ്രസയിൽ പോകുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ബാധിക്കും. മദ്രസകളുടെ പ്രവർത്തനത്തെ തന്നെ ഇത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ തീരുമാനം സർക്കാരിന്റെ ഒരു വിശദീകരണം ഉണ്ടല്ലോ, ഇത് കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ ഒരു പുനരാലോചന എന്നത് ഇതിനൊരു കടമ്പ, കോടതി നിർദ്ദേശം എന്നുള്ളൊരു കടമ്പ ഇതിനു മുമ്പിലുണ്ട് എന്നുള്ള കാര്യമാണല്ലോ സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഷാ, അത്തരം വിഷയങ്ങളൊക്കെ തന്നെ നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ, അതായത് ഈ മതമേലധ്യക്ഷന്മാരുമായിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുമായി ഒന്നും തന്നെ യാതൊരു വിധത്തിലുമുള്ള കൂടിയാലോചനകൾ നടത്താതെയാണ് സർക്കാർ ഇത്തരമൊരു തീരുമാനം അടിച്ചേൽപ്പിക്കുന്നത് എന്ന ഒരു കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു പുനരാലോചന വേണം എന്ന ഒരു കാര്യവുമാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്, കാരണം 15 മിനിറ്റ് നേരത്തെ എന്ന് സർക്കാർ പറയുമ്പോഴും, അതായത് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഈ സമയക്രമത്തിൽ മാറ്റം വരിക എന്ന് പറയുമ്പോഴും അത് മറ്റു വിദ്യാർത്ഥികളെയും ബാധിക്കുന്നുണ്ട് എന്ന ഒരു കാര്യമാണ് സമസ്ത പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, ഈ ഹൈസ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, അതായത് സർക്കാർ പറയുന്നത് ഒരു ക്ലാസ് മുതൽ, അതായത് 7ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളല്ലേ ഇത്തരത്തിൽ പഠനം നടത്തുന്നത്, മറ്റു വിദ്യാർത്ഥികൾക്ക് ഇത് പ്രശ്നമല്ലോ എന്നൊക്കെ സർക്കാർ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും നിലവിലെ സാഹചര്യത്തിൽ ഫലവത്താകില്ല എന്ന ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമസ്ത ഇപ്പോൾ ഒരു ആദ്യത്തിന് സർക്കാരുമായിട്ട് തയ്യാറാകുന്നത് എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. അതുകൊണ്ടാണ് അടുത്ത ദിവസം കോഴിക്കോട് 10-ാം തീയതി കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച ഇത്തരത്തിലൊരു സമരപ്രഖ്യാപന കൺവെൻഷൻ തന്നെ സംഘടിപ്പിക്കാൻ ഇപ്പോൾ സമസ്ത തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ എടുത്തു പറയുന്നുണ്ട്, അതായത് ഈ വിഷയം ഉന്നയിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പുനരാലോചന, സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക നേരത്തെ തന്നെ സമസ്ത സർക്കാരിനെ അറിയിച്ചിരുന്നു. ഇപ്പോഴൊരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുകയാണ്. ഷാഹദ് റഹ്മാൻ കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.